ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് മീഡിയം സൈസ് വലുപ്പത്തിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ യോഗട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസിൽ സവോള വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാഷ്യൂനട്ട് വേണം, കിസ്മിസ് വേണം. ഇനി പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യിട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ടിട്ട് വറുത്ത് കോരാം. കാഷ്യൂനട്ട് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് സവോള വഴറ്റാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. സവോള ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഇട്ട് വഴറ്റിയെടുക്കണം. ഞാനിത് 2 ബാച്ചായിട്ടാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വെക്കാം. സവോള കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കാരണം കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. ബാക്കിയുള്ളത് അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഗാർണിഷ് ചെയ്യാനുള്ളത് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി ചിക്കൻ മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 6 മീഡിയം സൈസിൽ സവോള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി ഇവിടെ ഞാനിത് 5 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ ചുവന്നുള്ളിയാണ്. ചെറുതാണെങ്കിൽ ഒരു 10-15 എണ്ണം വേണം. വലിയൊരു കഷ്ണം ഇഞ്ചി, 5 വലിയ വെളുത്തുള്ളി, പച്ചമുളക്. ഞാനിവിടെ 8 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. തക്കാളി 2 വലുത്. നാരങ്ങ നീര് ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തേക്കണേ. യോഗട്ട് ഒരു 4 ടേബിൾ സ്പൂൺ, മല്ലിയില 1/4 കപ്പ്, പുതിനയില 1/4 കപ്പ്. ആദ്യം തന്നെ സവോളയും ചുവന്നുള്ളിയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് അരയണ്ട, ചതച്ചെടുത്താൽ മതി. ഇത്രയ്ക്ക് ചതച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചതച്ചെടുക്കാം. ഇപ്പോൾ സവോള, ഇഞ്ചിയും പച്ചമുളകും കുഞ്ഞുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
നേരത്തെ സവോള വഴറ്റിയതിന്റെ എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച സവോള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം, പച്ചമണം മാറുന്നിടം വരെ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് വേണം ഇടാൻ. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം, അതിന്റെ പച്ചമണം നന്നായിട്ട് മാറണം, അല്ലെങ്കിൽ ഒരു പച്ചക്കുത്തുണ്ടാവും. സവാളയുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, ഇന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച് യോഗട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 4 ടേബിൾ സ്പൂൺ കാണും. നാരങ്ങനീര് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊരു മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് റൈസ് തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പം അതിലേക്ക് കറുവപ്പട്ട, ഒരു 5 ഗ്രാമ്പു, ഒരു 10 ഏലക്ക, ബേ ലീഫ് ഇത്ര ഇടാം. ചൂട് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കഴുകി വാർത്തെടുത്ത് വെച്ച റൈസാണ്. അതൊക്കെ ഇളക്കി കൊടുക്കാം. ഇവിടെ ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വാർത്തെടുത്ത് വെച്ചതാണ്. ഇനി 1 കപ്പ് അരിക്ക് 1.5 കപ്പ് ചൂടുവെള്ളം, അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 3 കപ്പ് റൈസ് എടുത്തുകൊണ്ട് 4.5 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. നാരങ്ങനീര് ഒഴിക്കുന്നത് റൈസ് വിട്ടിട്ട് കിടക്കുന്നതിനാണ്. ഉപ്പിടുമ്പോ ഈ വെള്ളത്തില് ഉപ്പ് ഇച്ചിരി കൂടി നിൽക്കണം, എന്നാലേ റൈസ് വേകുമ്പോ പാകത്തിന് ഉപ്പ് ആകത്തുള്ളൂ. ഇനി ഇത് മൂടി വെച്ചൊരു മീഡിയം ഹീറ്റില് 10-15 മിനിറ്റ് വേവിക്കാം. അപ്പത്തേക്കും വെള്ളമൊക്കെ വറ്റി റൈസ് റെഡിയാവും. ഇതിന്റെ ഇടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് റൈസ് നോക്കാം. റൈസ് ഇപ്പൊ വെള്ളമൊക്കെ പറ്റി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം.
ഇപ്പൊ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇപ്പൊ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി ചിക്കനും ചോറും ലെയർ ആയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒനിയൻ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നെയ്യ് ഒത്തിരി വേണം എന്നുള്ളവര് കുറച്ച് നെയ്യും കൂടെ ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്യാം. ഇപ്പൊ ഇത് നന്നായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് അതിനകത്ത് വെക്കാം. ഇപ്പൊ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.